ഹലോ മക്കളെ. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്കൊരാഗ്രഹം, എന്ത് ചപ്പാത്തി ഉണ്ടാക്കണം, ചപ്പാത്തിയും കോഴി ആക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തിക്ക് അങ്ങനെ കുഴച്ച് വെച്ച് ഒന്ന് സെറ്റാകാൻ വേണ്ടി വെച്ചു. കോഴിക്ക് വിളിച്ച് പറഞ്ഞു. ഒരു കോഴിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പിന്നത്തെ അഭിപ്രായം കുറച്ച് പൊരിക്കാന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് പൊരിച്ചു, കുറച്ച് പൊരിക്കാൻ വേണ്ടി സെറ്റാക്കി. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് മാമനും മോനും വരുന്നു. അപ്പം ഞങ്ങൾ എന്ത് കാട്ടി, ഇന്നലെ നെയ്ച്ചോറ് വെച്ചു, ചില്ലി ഉണ്ടാക്കി, കോഴിക്കറിയും വെച്ചു. അപ്പോൾ പിന്നെ നമ്മൾ ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കോഴിയേറ്റ് പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കോഴിയും കൂടി വാങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ശരിയാക്കി. അപ്പോൾ ഇന്നലെ വെച്ച മാവ് പിന്നെ ഫ്രിഡ്ജിലേക്ക് എന്തെങ്കിലും വെച്ചാൽ പിന്നെ അത് തിരിഞ്ഞ് നോക്കൂലല്ലോ. അപ്പോൾ അതങ്ങനെ നശിച്ച് പോകുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് അതാണ് എടുത്തിട്ട് ഞങ്ങൾ ചപ്പാത്തിനെ ചുട്ട് അടിപൊളിയായിട്ടൊരു മുട്ടക്കറിയും വെച്ചു. അപ്പോൾ ഇന്നലത്തെ ആഗ്രഹം ഇന്നാണ് നിറവേറ്റി. അപ്പോൾ ഞങ്ങളോട് ഉണ്ടാക്കുക വെച്ചാൽ ഒരുപാട് ഉണ്ടാക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി. അപ്പോൾ ഒരു 3 എണ്ണമൊക്കെ ഉണ്ടാക്കിയാൽ മതി ഇപ്പ. അപ്പോൾ കുട്ടികൾ ഇപ്പപ്പാടെ 4 പുറയിരിക്കും. എന്നിട്ട് പപ്പ ഇഞ്ഞ് ചപ്പാത്തി ഉണ്ടോ, പപ്പ ഇഞ്ഞുണ്ടോ ചോദിച്ചും കണ്ടിരിക്കും കുട്ടികൾ. അപ്പോൾ അതിനും വേണ്ടി അപ്പോൾ അങ്ങനെ ചോദിക്കണതൊരു നന്നല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവർക്കും കൂടി ഉണ്ടാക്കി ചപ്പാത്തി. അങ്ങനെ ഇതാ ചപ്പാത്തിയൊക്കെ ചുട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, മുട്ടക്കറിയൊക്കെ അടിപൊളിയായിട്ട് ഫൈനായിട്ട് ഉണ്ടാക്കിയിട്ട് തേങ്ങാപ്പാലും തേങ്ങ വറുത്തരച്ചിട്ടൊക്കെയാണ് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ് നമ്മളെ ഈ ചപ്പാത്തിയും മുട്ടക്കറിയും. അപ്പോൾ അതിൽ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് സലാഡ്. അപ്പോൾ സ്വത്തുമണി എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ആ മുടുകൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ ചപ്പാത്തിയുടെ മുകളിൽ ലേശം കറിയും അതിൻ്റെ മുകളിൽ കുറച്ച് സലാഡും വെച്ചിട്ട് എനിക്കത് ചുരുട്ടണം എന്ന് പറഞ്ഞു. നമ്മളെ എന്താണ് പറയുക, സാധനമില്ലേ, അതന്നെ ഷവർമ്മ, ആ സാധനം പോലെ തിന്നാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓനങ്ങനെ ചുരുട്ടി വെച്ചിട്ടോ, ചുരുട്ടിയിട്ട് അത് തിന്നും. പിന്നെ എൻ്റെ കൂടെ കേട്ടോ ഞാൻ കുറച്ച് സലാഡും കുറച്ച് മുട്ടക്കറിക്ക് നല്ല കറി വേണം കേട്ടോ. അപ്പം ഞാൻ നല്ല കറി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി കറിയൊക്കെ ഒഴിച്ചേക്ക് മിന്നുവിൻ്റെ ആഗ്രഹം എന്ന് പറയാൻ പറ്റില്ല. കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ള സ്വഭാവം തന്നെ ബാത്റൂമിൽ പോകണം. പിന്നെ കൊളായില്ലേ, അതങ്ങനെ കുറേ നേരം അങ്ങനെ കുതിർന്നിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടപ്പോൾ ഞാൻ കഴിക്കണം കേട്ടോ. അടിപൊളിയായിരുന്നു. എന്നാലും ഇന്നത്തെ ദിവസം പടച്ചോൻ അൽഹംദുലില്ലാഹ് റാഹത്താക്കി തന്നു. എന്നും ഇതുപോലെ തന്നെ അള്ളാഹു റാഹത്തിലാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശരി, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ഗുഡ് നൈറ്റ്.